ഹലോ, എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ ബാൻഡാണ്. ഇത് രണ്ടെണ്ണം ഒരുമിച്ച് ചെയ്തതാണ് കേട്ടോ. ഇതേപോലത്തെ വേറൊന്നും ചെയ്തു. അപ്പോൾ രണ്ടും കൂടെ ക്ലബ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് ചെയ്താലോ. അപ്പോൾ ഇതിന് വേണ്ടി കുറച്ച് പലതരത്തിലുള്ള ബീഡ്സ് ഒരുമിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരേ തരത്തിലുള്ള രണ്ട് ബീഡ്സ് ചെറുതും വലുതും എടുത്തിട്ടുണ്ട്. ആ സെൻറ്ററിലുള്ള രണ്ടും ചെറുതും വലുതുമാണ്. അടുത്ത് ഞാൻ അതിൻ്റെ ഹെയർ ബാൻഡ് എടുത്തു. ഫസ്റ്റ് ഹെയർ ബാൻഡ് നമ്മൾ ഒട്ടിച്ചിട്ടാണ് അത് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടി എൻഡ് ടേപ്പ് എടുത്തു. എൻഡ് ടേപ്പ് കട്ട് ചെയ്ത് നമ്മൾ സൈഡിലെ രണ്ടും ചേർത്ത് വെച്ചല്ല ഒട്ടിക്കുന്നത്. അത് നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ 2 ലെയർ ഹെയർ ബാൻഡൊക്കെ ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. ഇതുപോലെ ഒരു കണ്ടില്ലേ, ഇത്രയും ഗ്യാപ്പ് കൊടുത്തിട്ട് വേണം നമ്മളത് പേസ്റ്റ് ചെയ്യാൻ, അതിങ്ങനെ ഒട്ടിക്കാനായിട്ട്. കാരണം നമ്മൾ ഈ ബീഡ്സ് ഇടുമ്പോൾ അവിടെ നമ്മൾ രണ്ട് ഹെയർ ബാൻഡിലും ബീഡ്സ് ഇട്ടാണ് ഓരോന്നിനും ചെയ്യുന്നത്. അപ്പോൾ ആ രണ്ട് ബീഡ്സും നമ്മൾ ആ ഒരു ഗ്യാപ്പില്ലേ, അത് നമുക്ക് ആവശ്യമാണ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ തീരെ ടൈറ്റ് ആയിരുന്നു കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇപ്പം ആദ്യത്തെ മെത്തേഡിൽ ചെയ്യുന്നത് ഒരു ലെയറിൽ ഞാൻ കംപ്ലീറ്റ് ബീഡ്സാണ് കൊടുക്കുന്നത്. ഫസ്റ്റത്തേൽ ഞാൻ കംപ്ലീറ്റ് ബീഡ്സ്, ആദ്യം ചെറിയ ബീഡ്സ്. നമ്മൾ ഒരു സൈഡിൽ എത്ര ഭാഗമാണ് എടുക്കുന്നത്, അടുത്ത ഭാഗത്തും അതുപോലെ എടുക്കണം, അങ്ങനെയാണ്. അപ്പോൾ ആദ്യത്തെ ഭാഗത്ത് ഞാൻ കുറച്ച് മിക്സഡ് ആയിട്ട് ഒരേ കളറിലുള്ള പലതരത്തിലുള്ള കളർ ബീഡ്സുകൾ ഇങ്ങനെ മിക്സ് ചെയ്ത് അതിന് കോർക്കുകയാണ്. നമുക്ക് വലിയ പാടൊന്നുമില്ല. നമുക്കിങ്ങനെ ഇതേ കളർ ബീഡ്സ് ഇതുപോലെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും, ഈ മിക്സഡ് കളറിൽ കിട്ടും. ആദ്യം ചെറുതാണുള്ളത് സൈസ്. അത് കഴിഞ്ഞിട്ട് ഒരു പകുതി വരെ ഇട്ടതിന് ശേഷം സെൻറ്ററിലേക്ക് കുറച്ച് വലിയ ബീഡ്സ് കൊടുക്കും. അങ്ങനെ രണ്ടും മാറ്റി ചെയ്യുന്നതേ ഉള്ളൂ, അല്ലാതെ വേറെ വ്യത്യാസം ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാനും മനസ്സിലാക്കാനും വളരെ എളുപ്പമാണ്. ആദ്യം ചെറിയ ബീഡ്സ് കുറച്ച് ഒരു പകുതി, അല്ലെങ്കിൽ നമുക്ക് ഏത് പോർഷൻ വരെയാണ് ഇഷ്ടം അതുവരെ കുറച്ച് കൊടുക്കുക. അതിനുശേഷം വലിയ ബീഡ്സ് ഇടുക. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ മിക്സഡ് ആയിട്ട് നമുക്കിങ്ങനെ കോർത്ത് വയ്ക്കാം. അതിനുശേഷം പിന്നെ നമ്മൾ ഇത് കോർക്കുമ്പോൾ ശ്രദ്ധിക്കുക. രണ്ട് സൈഡിലും ഈ നമ്മൾ ഒരു സൈഡ് കോർക്കുമ്പോൾ അടുത്ത സൈഡിലേക്ക് മാറിപ്പോകാതെ ശ്രദ്ധിച്ചോളണം കേട്ടോ. അങ്ങനെയൊക്കെ പറ്റാറുണ്ട്. ഞാൻ ഒരിക്കൽ ചെയ്തപ്പോൾ ഞാൻ ഒരു സൈഡിലിട്ടത് അടുത്ത സൈഡിലായപ്പോൾ പിന്നെ എല്ലാം ഇളക്കി മാറ്റിയിട്ടൊക്കെയാണ് ചെയ്തത്. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ആ ബീഡ്സ് അത്രയും നന്നായിട്ട് കോർക്കുക, കുഞ്ഞ് ബീഡ്സ്. അപ്പോൾ നമ്മളിപ്പോൾ ബീഡ്സ് ഹെയർ ബാൻഡ് കണ്ടില്ലേ, ഇതുപോലെ ഇതുപോലെ അത്രയേ ഉള്ളൂ. ഇനി അടുത്ത ഒരു ലെയറായിട്ട് വലിയ ബീഡ്സ് ഇട്ട് കൊടുക്കുക. വളരെ സിമ്പിളാണ്. അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെ ഈ ബീഡ്സ് കോർത്തതിന് ശേഷം സെൻറ്ററിൽ നമുക്ക് ഏത് തൊട്ട് ഏത് വരെ, നമ്മളിപ്പോൾ ഈ സൈഡിൽ ഇത് മുതൽ എടുത്തിട്ടുണ്ടെങ്കിൽ എടുത്തില്ലേ, അതേ ഒരു ലെങ്ത് ഇതുപോലെ ഇങ്ങനെ ഒന്ന് ചെക്ക് ചെയ്യുക. എന്നിട്ട് ബാക്കി ചെറിയ ബീഡ്സ് കോർക്കുക. അത് ചെക്ക് ചെയ്തതിന് ശേഷം വേണം നമ്മൾ രണ്ട് സൈഡിൽ ഈക്വലായിട്ട് നിൽക്കണം. നമ്മൾ ചെറിയ ബീഡ്സ് ഇടുന്നത് രണ്ട് സൈഡും ഒരുപോലെ ആയിരിക്കണം, വലിയ ബീഡ്സ് നിൽക്കുന്നത് ഒരുപോലെ ആയിരിക്കണം. അങ്ങനെ ഇട്ടിട്ട് ബാക്കി ചെറിയ ബീഡ്സ് കോർക്കുക. വളരെ സിമ്പിളാണ്. കാരണം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ, കാരണം ഇത് പറയുന്നതിനേക്കാളും നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവും. കണ്ടോ, അതങ്ങ് കോർത്തെടുത്തു. വലിയ ബീഡ്സ് എത്ര ഭാഗമുണ്ട് അത്രയും പോർഷൻ, അത് കഴിഞ്ഞിട്ട് കുഞ്ഞു ബീഡ്സ്. കാരണം ഇത് കളർ ബീഡ്സ് ആകുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. എന്നിട്ട് ഞാൻ ഒരു എൻഡ് ടേപ്പ് ജസ്റ്റ് ഒന്ന് ഫിക്സ് ചെയ്ത് അവിടെ വെച്ചു. അതിനെങ്ങനെ റോൾ ചെയ്തില്ല, ജസ്റ്റ് ഒന്ന് ഫിക്സ് ചെയ്ത് വെച്ചു. ഇനി അടുത്ത സൈഡിലേക്ക് കൊടുക്കുന്നത് കുറച്ച് ഞാൻ കുഞ്ഞു ബീഡ്സ് കോർക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ബീഡ്സിൻ്റെ വേറെ വെറൈറ്റി ഉണ്ട്. അപ്പോൾ ആ ബീഡ്സ് ഞാൻ മാറ്റി കോർക്കുന്നുണ്ട് കേട്ടോ. ഇനി അടുത്ത ലെയറിൽ അതാണ് കുഞ്ഞു ബീഡ്സ് കുറച്ച് വെച്ചാൽ ഒത്തിരി ഞാൻ കോർക്കുന്നില്ല. ഒരു ലെയറിൻ്റെ കുറച്ച് പോർഷൻസ്, ആ ലെയറിൽ കുറച്ച് പോർഷൻസ് ഈ കുഞ്ഞു ബീഡ്സ് കൊടുക്കുകയാണ്. അതിനുശേഷം അടുത്തൊരു ഡിസൈനായിട്ട് കൊടുക്കുന്നുണ്ട്. ഇതാണ് ഫസ്റ്റ് മോഡലിൽ ചെയ്തത് ഞാൻ, കണ്ടോ. ഇനി ഇതാണ് ഞാൻ ഇതിൻ്റെ മിക്സായിട്ട് കൊടുക്കുന്നത്, ഈ ഫ്ലവർ ബീഡ്സ്. ഇത് ഞാൻ 2-3 തരത്തിലുള്ള ബീഡ്സ് എടുത്തിട്ടുണ്ട്. ഇത് നമ്മളെ ബട്ടർഫ്ലൈ ബീഡ്സ് ഉണ്ട്, പിന്നെ ഒരു ക്യാൻഡി ബീഡ്സ് പോലത്തത്. ഇപ്പം ഞാൻ ഒരു ലെയറിൽ ചെയ്യുന്നത് നമ്മുടെ ബട്ടർഫ്ലൈയും ഫ്ലവറുമാണ് കൊടുക്കുന്നത്. ആദ്യം ബട്ടർഫ്ലൈ, ഒരു കുഞ്ഞു ബീഡ് ഇട്ട് കൊടുക്കണം. അടുത്തൊരു ഫ്ലവർ ബീഡ്. ഇത് റിപ്പീറ്റ് ചെയ്യുക. ഇത് തിരിച്ചു വന്നാലും കുഴപ്പമില്ല. ഇനി നിങ്ങൾക്ക് ക്യാൻഡി ബീഡ്സ് കൊടുക്കണമല്ലോ, അങ്ങനെ കൊടുക്കാം. നമുക്ക് നമ്മളുടെ ബീഡ്സ് എങ്ങനെയൊക്കെ മാറ്റി കൊടുക്കണോ അതൊക്കെ കൊടുക്കാം. ഒരു ബട്ടർഫ്ലൈ ബീഡ് ഇടുക, പിന്നെ നമുക്കൊരു കുഞ്ഞു ബീഡ് ഇടുക, അത് കഴിഞ്ഞിട്ട് ഫ്ലവർ ബീഡ്, ഇങ്ങനെ മാറ്റി കൊടുക്കുക. നമ്മൾ എത്ര പോർഷൻ കുഞ്ഞു ബീഡ്സ് ഇട്ടോ, തീരെ കുഞ്ഞു ബീഡ്സ് സൈഡിൽ കൊടുത്തോ അത്രയും പോർഷൻ വരെ പറയുക, അത് ശ്രദ്ധിച്ച് ചെയ്തെടുക്കുക. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ഇത് വളരെ ഈ 2 ലെയറൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോൾ പിന്നെ ഇപ്പം നിങ്ങൾക്ക് വരുന്ന സംശയം എന്താണ്, ഇങ്ങനെ കൊടുക്കുമ്പോൾ ഈ ഫ്ലവർ ബീഡ്സൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എല്ലാവരും ഗ്ലൂ കൊടുത്തിട്ടാണ് ചെയ്യാറ്.
ഈ ബീഡ്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ഹെയറിൽ വെക്കുമ്പോൾ നമ്മളിങ്ങനെ ചിലപ്പോൾ കയ്യിലെടുക്കുമ്പോൾ ഇങ്ങനെ ചരിഞ്ഞൊക്കെ നിന്നാലും ഹെയറിൽ വെക്കുമ്പോൾ അത് കുട്ടികളുടെ ഹെയറിലങ്ങ് പതിഞ്ഞിരിക്കും. അപ്പോൾ അത് ഫ്ലവർ തിരിഞ്ഞോ മറിഞ്ഞോ അങ്ങനെയൊന്നും നിൽക്കത്തില്ല കേട്ടോ. കണ്ടോ, ഇതുപോലെ സെൻറ്ററിൽ ഇത്, സൈഡിൽ കുഞ്ഞു ബീഡ്സ്. ഇനി ആ കുഞ്ഞു ബീഡ്സിൻ്റെ ആ ഒരു ഇതില്ലേ, നമ്മുടെ വലിയ ബീഡ്സ് എത്രയാണോ ഇട്ടത് അത്രയും ആ ഒരു സൈഡ് നോക്കിയതിന് ശേഷം സൈഡിലേക്ക് വീണ്ടും ചെറിയ ബീഡ്സ് ഇട്ട് അതിനെ ഫിനിഷ് ചെയ്യുക. ഇതാണ് ഫസ്റ്റ് ചെയ്ത ഹെയർ ബാൻഡ്. കാരണം അവർക്ക് ഇതെന്താ പറയുക 2-3 വേണമായിരുന്നു. അതുകൊണ്ട് ഞാനിങ്ങനെ പലതരത്തിൽ മാറ്റി ചെയ്തതാണ്. അപ്പോൾ ചെയ്തപ്പോൾ ഞാൻ 2 വീഡിയോ എടുത്തു, പക്ഷേ എൻ്റെ പിക്ചർ എടുക്കാൻ മറന്നു, ഏതാ ഇടാഞ്ഞത്. അപ്പോൾ നോക്കി, വളരെ സിമ്പിളല്ലേ. ജസ്റ്റ് ഇതൊന്ന് കോർക്കണം, അത്രയേ ഉള്ളൂ. പിന്നെ ഇത് കോർക്കുമ്പോൾ നമ്മൾ ഈ ഒരു ചെറിയ ബീഡ് അടുത്തൊരു വലിയ ബീഡ്, അങ്ങനെയാണെങ്കിൽ ആ പ്രോസസ് തന്നെ പോകണം. അതായത് ഒരു ഫ്ലവർ, അടുത്തൊരു കുഞ്ഞു ബീഡ്, അടുത്തൊരു നമ്മൾ ചെയ്യുന്ന സെക്കൻഡ് മെത്തേഡാണ് കേട്ടോ. ഇനി അടുത്തത് സെക്കൻഡാണ്. ഇനി അടുത്ത സെക്കൻഡിൽ വരുന്നതെന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മൾ ചെയ്ത ഒരു ലെയർ സെയിം തന്നെയാണ്, ബട്ടർഫ്ലൈയും ഫ്ലവറും. അടുത്തതിൽ ഫുൾ ബീഡ്സിന് പകരം അതിനെ മാറ്റി ക്യാൻഡി ബീഡ്സ് കൂടെ മിക്സ് ചെയ്ത് കൊടുത്തു. അത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. ഞാൻ ഈ രണ്ടായിട്ട് ചെയ്തതുകൊണ്ട് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. കാരണം ഇത് രണ്ടും അല്ലാതെ ചെയ്തു വന്ന കോർത്തൊക്കെ വരുമ്പോൾ ഭയങ്കര എന്താ പറയുക, ഒരു അരമണിക്കൂറുള്ള വീഡിയോ ആയിപ്പോയി. അതുകൊണ്ട് പിന്നെ മാറ്റിയതാണ്. ഫസ്റ്റ് ലെയർ സെയിം അത് തന്നെയാണ്, നമ്മൾ ഫ്ലവർ ബീഡ്സും ബട്ടർഫ്ലൈ മിക്സ് ചെയ്തത്. അടുത്തതിന് ഞാൻ ഫുൾ ബീഡ്സ് ഉള്ളത് ലെയർ മാറ്റിയതിന് ശേഷം അതിലേക്ക് കുഞ്ഞു ബീഡ്സ് കുറച്ച് കൊടുത്തു. അതിൻ്റെ ഇടയിലേക്ക് നമ്മളെ ക്യാൻഡി ബീഡ്സ് മിക്സ് ചെയ്ത് കൊടുത്തു. അത് മാത്രം തന്നെയാണ്, വേറെ ഒന്നുമില്ല. വളരെ സിമ്പിളായിട്ടാണ്, വളരെ പെട്ടെന്ന് ഫിനിഷ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. ഇത് നമ്മളിങ്ങനെ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് ഇത്രയും സമയം എടുക്കുന്നത്. അല്ലാതെ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. നോക്കി, സൈഡിലേക്ക് ആദ്യം ഫസ്റ്റ് കുറച്ച് ഒരു 10-15 നമ്മളൊരു ചെറിയ ബീഡ് കൊടുക്കുക. അതിനുശേഷം ക്യാൻഡി ബീഡ്സും നമ്മുടെ വലിയ ബീഡ്സും മിക്സ് ചെയ്ത് കൊടുത്തു. അതിന് ആ ഒരു ലെയർ കംപ്ലീറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്രയാണോ നമ്മൾ ചെയ്ത് നിർത്താൻ ഉദ്ദേശിക്കുന്നത് അതുവരെ. എന്നിട്ട് അതിന് ബാക്കി സൈഡിലേക്ക് കുഞ്ഞു ബീഡ്സ് കൊടുക്കുക. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ഇതൊക്കെ ഹെയറിൽ വെക്കുമ്പോഴേ നമ്മളിങ്ങനെ കാണുന്നതിനേക്കാൾ ഈ കളർഫുള്ളായിട്ടുള്ള ഈ കുഞ്ഞു ബീഡ്സ് ഇല്ലേ, ഇതൊക്കെ നോക്കി, ഇതൊക്കെ ഹെയറിൽ വെക്കുമ്പോൾ ഭയങ്കര രസമാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും. കാരണം ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്നത്, ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് ഇങ്ങനെയുള്ളതിനൊക്കെയാണ്. നമ്മളെ ഹെയർ ബാൻഡിന് നല്ല മൂവിങ് ആണെങ്കിലും എപ്പോഴും കുട്ടികൾക്ക് അട്രാക്ഷനൊക്കെ ഇങ്ങനെയുള്ളതിനാണ്. കാരണം 2 ലെയർ ഹാൻഡ് ബാൻഡൊക്കെ നമുക്ക് വാങ്ങിക്കാൻ അധികം പെട്ടെന്ന് കിട്ടാറില്ല, കസ്റ്റമൈസേഷനാണ് കൂടുതൽ വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളതൊക്കെ വളരെ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് കിട്ടുന്നതാണ്, പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും ഡിമാൻഡുള്ള പ്രോഡക്റ്റുമാണ്. നിങ്ങൾക്കൊക്കെ ഇത് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. കാരണം ഈ ബീഡ്സൊക്കെ നമുക്ക് വളരെ സുലഭമായിട്ട് കിട്ടും. നമുക്ക് ഓൺലൈനിലൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ. ഓക്കെ, ഇതൊക്കെ വളരെ എന്താ പറയുക, വളരെ എളുപ്പമാണ്. പിന്നെ ഇതിനൊരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ ഫസ്റ്റ് ചെയ്ത ലെയറിൽ നമ്മൾ ആദ്യം കുറേ ചെറിയ ബീഡ്സ് കൊടുത്തു. അതിനുശേഷമാണ് എന്ത് ചെയ്തത്, വലിയ ബട്ടർഫ്ലൈ ബീഡ്സും ഫ്ലവർ ബീഡ്സും സ്റ്റാർട്ട് ചെയ്യുന്നതിൽ തന്നെയാണ് അടുത്ത ലെയറിൽ നമ്മൾ എന്ത് ചെയ്യാം, ക്യാൻഡി ബീഡ്സ് മിക്സ് ചെയ്യുന്നത് സ്റ്റാർട്ട് ചെയ്യാം. ആ ഒരു 2 ലെയറിലെയും നമ്മൾ മിക്സ് ചെയ്യുന്നത് ബീഡ്സുകളിലെ അതെല്ലാം ഇങ്ങനെ ഒരേ ലെവലിലായിരിക്കണം. കണ്ടോ, ആ ഒരു ലെവലിൽ നിൽക്കണം. ആ 2 സൈഡും 2 ബീഡ്സും 2 ഹെയർ ബാൻഡിൻ്റെയും നമ്മൾ ചെയ്യുന്ന മെത്തേഡുകൾ എല്ലാം ഒരേപോലെ നിൽക്കണം. ആ ഒരു കാര്യം മാത്രം നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മെസ്സേജ് ഇടാൻ കേട്ടോ. നിങ്ങൾക്ക് കമൻറ്റിൽ നിങ്ങൾക്ക് ചോദിക്കാം. പിന്നെ ഒത്തിരി പേര് ചോദിക്കാറുണ്ട് സാധനങ്ങൾ വാങ്ങിക്കുന്ന ഷോപ്പുകളൊക്കെ ഏതൊക്കെയാണെന്നൊക്കെ മെസ്സേജൊക്കെ വരാറുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് മെസ്സേജ്, ഞാൻ അതിന് റിപ്ലൈ ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊക്കെ ചോദിക്കാം കേട്ടോ. അപ്പോൾ അവസാനം ഇതുപോലെ നമ്മുടെ വലിയ ബീഡ്സ് എല്ലാം കോർത്ത് മിക്സ് ചെയ്തു. അതിനുശേഷം ലാസ്റ്റ് ചെറിയ ബീഡ്സും കോർത്ത് കൊടുത്തു. കണ്ടോ, ഇതാണ് ഞാൻ പറയുന്നത്, 2 ഒരുപോലെ നിൽക്കണം. എഡ്ജ് നമ്മൾ കണ്ടോ, ആ ബട്ടർഫ്ലൈ ബീഡ്സ് ഒക്കെ കോർത്ത് അതിൻ്റെ എല്ലാം സെയിം ആയിരിക്കണം നമ്മൾ ചെയ്യുന്നത്. അതിനുശേഷം അവിടെ എൻഡ് ടേപ്പ് കൊണ്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്ത്, നമ്മൾ ആദ്യം നന്നായിട്ട് ഹാൻഡ് കൊണ്ട് നന്നായിട്ട് ഹോൾഡ് ചെയ്ത് പിടിക്കണം കേട്ടോ. നന്നായിട്ട് അതിനെ എന്താ പറയുക, 2 ഒരേ ലെവലായിരിക്കണം. ആ ബീഡ്സ് 2 ലെയറിലെയും ഒരുപോലെ ആക്കിയതിന് ശേഷം എന്ത് ചെയ്യുക, കൈ കൊണ്ട് നന്നായിട്ട് ഫോൾഡ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ എന്താ പറയുക, ബീഡ്സ് നമുക്ക് എൻഡ് ടേപ്പ് കൊടുത്ത് ഇനി ഇതുപോലെ പറഞ്ഞില്ലേ, നല്ല ടൈറ്റാക്കി വെച്ചിട്ട് വേണം ചെയ്യാൻ. അല്ലെങ്കിൽ കാരണം ഇത് ഇളകിപ്പോവും. നമ്മൾ അങ്ങനെ ഇളകി വരുന്നതല്ല, നമ്മൾ ശ്രദ്ധിക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ അത് വരും. കണ്ടോ, ഇതുപോലെ എഡ്ജിൽ ഇതുപോലെ പ്രസ് ചെയ്ത് എന്ത് ചെയ്യുക, നന്നായിട്ട് കവർ ചെയ്യുക. ഇതിൽ നമുക്ക് എൻഡ് ക്യാപ്പ് കൊടുക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് സാറ്റിൻ റിബൺ കൊടുത്തിട്ട് നമുക്ക് കവർ ചെയ്യാം കേട്ടോ. നോക്കി, വളരെ മനോഹരമല്ലേ. കണ്ടോ, 2 ബീഡ്സുകൾ, ആ കളർഫുള്ളായിട്ടുള്ള ബീഡ്സുകൾ സ്റ്റാർട്ട് ചെയ്തത്. ശരിക്കും ഇങ്ങനെ കാണുന്നതിനേക്കാളും ഭംഗിയാണ്. അതെ, ഇതുപോലെ ശരിക്കും ഭംഗിയാണ് കേട്ടോ. ഇത് ഹെയറിൽ വയ്ക്കുമ്പോൾ കുറച്ചുകൂടെ ബ്യൂട്ടിഫുള്ളാണ്. ആ ബീഡ്സുകൾ തമ്മിൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് നോക്കി,
നമ്മൾ കുഞ്ഞ് ബീഡ്സ് ഇട്ടു, അടുത്ത മിക്സഡ് ബീഡ്സ് വരുന്ന 2 ലെയറിലും ഒരുപോലെ ആയിരിക്കണം. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ചെയ്യാൻ ശ്രമിക്കണം. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവർ എല്ലാവർക്കും ബൈ.